കച്ചത്തീവ് ദ്വീപ് വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് ശ്രീലങ്കൻ മന്ത്രി ജീവൻ തൊണ്ടമാൻ. കച്ചത്തീവ് നിലവിൽ ശ്രീലങ്കയുടെ ഭാഗമാണ്. ഇന്ത്യ ഔദ്യോഗികമായി ഇടപെട്ടാൽ ശ്രീലങ്ക മറുപടി നൽകുമെന്നും ജീവൻ തൊണ്ടമാൻ വ്യക്തമാക്കി. കച്ചത്തീവ് ദ്വീപ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുമ്പോഴാണ് ശ്രീലങ്കൻ മന്ത്രിയുടെ പ്രതികരണം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് ശ്രീലങ്കയുടെ പ്രതികരണം? വേണു, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കച്ചത്തീവ് വിഷയം വ്യാപകമായി തന്നെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. കച്ചത്തീവ് കോൺഗ്രസ് നിസ്സാരമായി, അതായത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചത്തീവ് നിസ്സാരമായി നൽകിയതാണ്, അതിൽ DMK-ക്ക് പങ്കുണ്ട് തുടങ്ങിയ വ്യാപകമായ തോതിലുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശ്രീലങ്കൻ മന്ത്രിയായിട്ടുള്ള ജീവൻ തൊണ്ടമൻ പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത്, അതായത് BJP പറയുന്നത് ഈ കച്ചത്തീവ് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. അണ്ണാമലൈ പറയുന്നത്. പക്ഷേ ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള മറുപടി കൃത്യമായി തന്നെ ശ്രീലങ്ക നൽകും. നിലവിൽ കച്ചത്തീവ് എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ വിശദീകരണം എന്തായാലും ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ബന്ധം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ വിള്ളലേൽക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിള്ളലുണ്ടാകുന്നതിൽ അത്ര നല്ലതല്ല തുടങ്ങിയ ആ രീതിയിലുള്ള എന്തായാലും കാര്യങ്ങളാണ് എന്തായാലും ശ്രീലങ്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെയാണെങ്കിലും കൃത്യമായ അർത്ഥത്തിൽ BJP അത് വളരെ കൃത്യമായി തന്നെ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. കച്ചത്തീവ് വിഷയം പല നേതാക്കളും ഈ രീതിയിൽ തന്നെ അത് ഉന്നയിച്ചു വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യമായ അർത്ഥത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കച്ചത്തീവ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും നടക്കുന്നത്. വേണം മനീഷ്, ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര രാഷ്ട്രീയ ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു മാനം ഇതിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇതേ തീവ്ര നിലപാട് BJP തുടരുമെന്ന് കരുതാമോ? കഴിഞ്ഞ 2 ദിവസങ്ങളുള്ള അതേ നിലപാട് തന്നെയാണ് BJP എന്തായാലും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഇത്തരത്തിലൊരു വിവാദത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഒരു വിവരാവകാശ രേഖയാണ്. വിവരാവകാശ രേഖയിലേക്ക് നേടിയെടുത്തത് ഈ പറഞ്ഞ തമിഴ്നാടിന്റെ BJP അധ്യക്ഷനായിട്ടുള്ള K. അണ്ണാമലയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ RTI രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്തായാലും നിലവിൽ പുറത്തു വരികയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് പറഞ്ഞത്, ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കച്ചദ്വീപ് അത് നിസ്സാരമായി, അതായത് ഒരു ഭൂപ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്ന ഭൂപ്രദേശം എന്നുള്ള ഒരു കാര്യം പോലും പരിഗണിക്കാതെ ഒരു നിസ്സാരമായി കൊടുക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് ആണെങ്കിലും DMK ആണെങ്കിലും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള താല്പര്യങ്ങളൊന്നും തന്നെ മാനിച്ചില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതേ നിലപാട് തന്നെ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം എപ്പോഴും എല്ലാ കാലത്തും ഉന്നയിക്കപ്പെടുന്നതാണ് BJP. കാരണം ശ്രീലങ്കയിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ മിക്കവാറും എല്ലാ ദിവസവും എന്ന പോലെ അവിടെ അറസ്റ്റ് ചെയ്യുന്ന രീതി, അവരുടെ ബോട്ടുകൾ പിടിച്ചെടുക്കുന്ന രീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ കച്ചത്തീവ് വിട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് BJP സമർത്ഥിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും പുറത്തുവിട്ടിരുന്നു. 6000-ലധികം മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്ക കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ അവിടെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, 1000-ലധികം ബോട്ടുകൾ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ ആളിക്കത്തിക്കുക എന്നതാണ് BJP-യുടെ ഒരു നയം, അല്ലെങ്കിൽ BJP-യുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആ ഒരു മേഖല, രാമേശ്വരം, രാമനാഥപുരം പോലുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള ചർച്ചയാകുന്നുണ്ട് ഈ കച്ചത്തീവ് വിഷയം. അതെന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകാനാണ് നിലവിൽ എന്തായാലും BJP-യുടെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കച്ചത്തീവ് വിവാദത്തിൽ പ്രതികരിച്ച് ശ്രീലങ്ക. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.